എല്ലാ കൂട്ടുകാർക്കും സിക്സാക് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെ എന്ത് വിളിക്കാമെന്നാണ്. മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തേതാണ് എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇതിന് ഉദാഹരണമാണ് മരവാഴ ഓർക്കിഡ് എന്നിവ എപ്പിഫൈറ്റുകളാണ്. രണ്ടാമത്തേത് അർദ്ധപരാതങ്ങൾ. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോടെ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ. ഇവിടെ ഇവർ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ജലവും ലവണവും മറ്റു സസ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇതിന് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. അപ്പോൾ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. ഇത്തിൽക്കണ്ണി ഒരു അർദ്ധപരാതമാണ്. മൂന്നാമതായി വരുന്നതാണ് പൂർണ്ണപരാതങ്ങൾ. ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പൂർണ്ണപരാതങ്ങൾ. പൂർണ്ണപരാതങ്ങൾ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നില്ല. അത് ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അർദ്ധപരാതങ്ങളാണെങ്കിൽ ജലവും ലവണവും മാത്രം വലിച്ചെടുക്കുന്നു, സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. ഇവിടെ പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി. മൂടില്ലാത്താളി ഒരു പൂർണ്ണപരാതമാണ്. എന്നാൽ അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിൽക്കണ്ണി. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.